ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അജാസ് രാധികാമനെ വിളിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, മഹേഷായിട്ട് കമ്പനി കൂടിക്കൊണ്ടിരിക്കുക ഗോവിന്ദ് സാർ, ഞാൻ അങ്ങോട്ടേക്ക് പോകണോ മേഡം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട, അവൻ കാണാതെ എവിടെയെങ്കിലും മൂലക്ക് മാറി നിന്നാൽ മതി, അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം അജാസ് അവനെ പിന്തുടർന്നാൽ മതി, അവനെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കരുതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഗീതു ആ ബഹാറിലേക്ക് എത്തുന്നുണ്ട്. അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇത് അവിവേകമായി പോകും കേട്ടോ, അജാസും രാധികാമ ഒരിക്കലും ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നോക്കില്ലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു അതൊന്നും കേൾക്കുന്നേ ഇല്ല. നമ്മുടെ മഹേഷും ഗോവിന്ദാണെങ്കിൽ ഭയങ്കര വെള്ളവടിയാണ് കേട്ടോ. ഗീതു ആ ബാറിൻ്റെ വാതിലും തള്ളി തുറന്ന് അകത്ത് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ അയ്യപ്പേട്ട പറയേണ്ടത് ദേ ഇരിക്കുന്നു ഗോവിന്ദൻ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഈ ഗോവിന്ദേട്ടനെ അല്ല, അയാളെ എനിക്ക് കാണുന്നുണ്ട്, ആ അജാസിനെ, അവരെവിടെയും മാറി നിൽക്കുന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ മോൾ എന്തൊക്കെയാണ് പറയുന്നത് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്. അയ്യപ്പേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അജാസിനെ അന്വേഷിച്ച് അടക്കുക കേട്ടോ. ആ സമയം അജാസ് അവിടെ മൂലക്ക് ഇങ്ങനെ മാറി നിന്ന് ഒളിഞ്ഞു നോക്കണത് കാണും. അത് കാണുമ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ അജാസിനെ പിടിച്ച് വലിക്കുവാണ്. നീ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, താൻ ഗോവിന്ദേട്ടനെ കൊല്ലാൻ വന്നതല്ലേ? ഞാനോ? ഗീതു മേഡം എന്തൊക്കെയായി പറയണമെന്ന് പറയുമ്പോൾ, നീ അഭിനയിക്കൊന്നും വേണ്ട, രാധികാമ നിന്നോട് ഗോവിന്ദ് സാറിനെ നോക്കണമെന്നും അതുപോലെ തന്നെ ആരും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് കൊല്ലണമെന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാണെന്ന് പറയുവാണ്. അങ്ങനെ ഗീതു അജാസിനെ തൂക്കി പിടിച്ചുകൊണ്ട് ഗോവിന്ദിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ്, നിനക്ക് എന്താടി വട്ടാണോ? അജാസ് താൻ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിക്കേ, ഇവനെ പറഞ്ഞു വിട്ടതാ നിങ്ങളുടെ രണ്ടാനമ്മ നിങ്ങളെ കൊല്ലാനായിട്ട്. എന്തൊക്കെയാണ് ഗീതു നീ പറയണത്? നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, വട്ട എനിക്കല്ല നിന്നെ പറയുവാണ്. ആ സമയത്ത് അജാസ് പറയണ്ട്, അയ്യോ സാർ, ഗീതുമാടത് തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഈ വഴി പോയപ്പോൾ സാറിനെ കണ്ടപ്പോൾ കയറിയെന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. കള്ളം പറയരുത് നീ, എനിക്കറിയാം നിന്നെ രാധികാമ പറഞ്ഞു വിട്ട തന്നെയാണ് ഗോവിന്ദേട്ടനെ കൊല്ലാനായിട്ട് എന്ന് പറയുവാണ് കേട്ടോ. അയ്യോ ഗീതു മേഡം എന്തൊക്കെയാണ് പറയണത്? ഞാൻ ഒരിക്കലും ഗോവിന്ദ് സാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ, ദേ കള്ളം പറയരുത് അജാസ്, നീ സത്യം പറയടാ, നീ വാടക കൊലയാളിയല്ലേ രാധികാമ്മയുടെ എന്ന് പറയുമ്പോൾ, ഈ മേഡത്തിന് ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും മേഡം? ഗോവിന്ദ് സാർ എൻ്റെ ദൈവത്തിനെ പോലെ, ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ഇങ്ങോട്ട് വാടി, ഞാനേ നിന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഞാൻ വരണോ ഗോവിന്ദ്? എന്തായാലും വേണ്ട, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, നീ പറഞ്ഞതാണ് സത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ് ആ ഭാരന് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. ആ സമയത്ത് ഗീതുവും പോകുന്നുണ്ട്. വാ അജാസ്, അയ്യപ്പേട്ട വാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗോവിന്ദ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അരക്കലെത്തുമ്പോഴേക്കും ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് വലിച്ച് തന്നെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഷിബുചേട്ടൻ പറയണ്ട, അയ്യപ്പേട്ട കാര്യങ്ങൾ കൈവിട്ട് പോണ പോലെയാ, ഒരിക്കലും രാധികാമ്മ ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നോക്കില്ല, അതുകൊണ്ട് മിക്കവാറും ഗീതുക്കുരിനെ പണി കിട്ടും, അയ്യപ്പേട്ടൻ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടട്ടോ ഷിബു. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാധികാമ്മ വരാനായിട്ട്. എല്ലാവരും രാധികാമ്മനെ കാത്തിരിക്കുന്നുണ്ട്. രാധികാമ്മ വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു നിൻ്റെ സംശയങ്ങളെല്ലാം ഇവിടെ വെച്ച് തീർത്തോ എന്ന് പറയുന്നത്, നിനക്ക് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് എല്ലാം ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാധികാമ്മ പറയുന്നുണ്ട്, എന്താ ഇവൾക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ അജാസിനെ പറഞ്ഞു വിട്ടത് ഗോവിന്ദേട്ടൻ്റെ മഹേഷിൻ്റെ അടുത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അജാസിനോട് ഗീതു ചോദിക്കുന്നുണ്ട്, അല്ലേടോ തന്നെ പറഞ്ഞു വിട്ടതല്ലേ നമ്മുടെ രാധികാമ്മ എന്ന് നമ്മുടെ ഗീതു ചോദിക്കുന്ന സമയത്ത് അജാസ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല മേഡം, ഒരിക്കലും എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല, ഞാൻ ഗോവിന്ദ് സാറിൻ്റെ വണ്ടി കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് എന്നെ രാധികാമ്മ പറഞ്ഞു വിട്ടതൊന്നുമല്ല മേഡം എന്ന് നമ്മുടെ അജാസ് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ഗീതു രാധികാമ്മയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, നിങ്ങളല്ലേ അജാസിനെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് അജാസിനെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്തിന് ഗോവിന്ദ് വരെ ഞെട്ടുന്നുണ്ട്. വരുൺ മാറി കേട്ടോ, വരുൺ ഇപ്പോൾ പുതിയ വരുണിനെയാണ് ഇന്ന് മുതൽ കാണിക്കണത്. ആ സമയത്ത് രാധികാമ്മ പറയേണ്ട, അതെ ഞാൻ തന്നെയാണ് കണ്ണൻ്റെ അടുത്തേക്ക് അജാസിനെ പറഞ്ഞു വിട്ടത്, എന്തിന് എന്ന് നമ്മുടെ ഗീതു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രാധികാമ്മ ഒന്നും മിണ്ടുന്നില്ല. ഗീതു പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലായിട്ട് റെക്കോർഡില്ലേ, അത് കേൾപ്പിക്കുക, നിങ്ങൾ ഗോവിന്ദ് സാറിനെ കൊല്ലാൻ വേണ്ടി അജാസിനെ പറഞ്ഞു വിട്ടതല്ലേ, ദേ ഗീതു അനാവശ്യം പറയും, നിന്നെ മോകമടിച്ച് പൊട്ടിക്കും എന്ന് രാധികാമ്മ പറയുമ്പോൾ, എങ്കിൽ നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ അല്ലേ, നിങ്ങൾ അജാസിനെ വിളിച്ച ആ കോൾ റെക്കോർഡ് ഞങ്ങളെല്ലാവരും കേൾപ്പിക്കുക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് കേൾക്കണ വരുൺ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര അമ്മ എന്ത് പരിപാടിയായി കാണിച്ചത്, എല്ലാം ഇന്നത്തോടെ ആവോ എന്നൊക്കെ നമ്മുടെ വരുൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ആ ഫോൺ റെക്കോർഡ് കേൾപ്പിക്കുവാട്ടോ എല്ലാവർക്കും കേൾക്കണ പാകത്തിനെ വെച്ച് കൊടുക്കുവാണ്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഗീതുവിൻ്റെ തെറ്റിദ്ധാരണയാണ്, ഗോവിന്ദന് വെള്ളമടിച്ച് വണ്ടി ഓടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അജാസിനെ വിട്ടേന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാവാം കേട്ടോ. അത് കേൾക്കണ ഗീതുക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നുവാണ്. ഈശ്വര പൊളിഞ്ഞല്ലോ എന്ന് ഗീതു വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയണ്ട, കണ്ടോടി ഏതമ്മ പെറ്റമ്മ പോലും മക്കളുടെ കാര്യത്തിൽ ഇത്രയും കരുതലുണ്ടാവില്ല, എൻ്റെ അമ്മ ഞാൻ വെള്ളമടിച്ച് വണ്ടി ഓടിക്കും, എനിക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന് വിചാരിച്ചു
വിചാരിച്ചിട്ടാണ് അജാസിനെ വിട്ടത്. ഇനി അമ്മേനെക്കുറിച്ച് നീ മേലാൽ അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്ന് ഗോവിന്ദ് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രാധികാമ്മ പറയുന്നുണ്ട്, ഗോവിന്ദേ നീ ഒന്നും പറയണ്ട, ഇവൾക്ക് മാനസിക അസുഖമാണ്, കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തന്നെത്താനെ സംസാരിക്കുക, പരസ്പര ബന്ധുവില്ലാണ്ട് മതിലിനോടും തലേനടുത്തൊക്കെ ഇവൾ സംസാരിക്കുക. മാത്രമല്ല ഞാനെന്തോ എൻ്റെ കണ്ണനെ കൊല്ലാൻ പോണ പോലെ ഇവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അതുപോലെ തന്നെ നടക്കണമെന്ന് ഇവൾ വിചാരിക്കുകയാണ്. അതൊക്കെ ഇവിടെ മാനസിക അസുഖമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദും ആലോചിക്കുക കേട്ടോ, ശരിയാണ്. ഒരു ദിവസം ഗീതുവിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ ഗീതു തലേനായിട്ട് സംസാരിച്ച കാര്യമൊക്കെ ഗോവിന്ദ് ആ സമയത്ത് ആലോചിക്കുകയാണ്. ഗോവിന്ദനും ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഗീതുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോയെന്ന് ഗോവിന്ദനും ഡൗട്ട് തോന്നുവാണ്. ആ സമയത്ത് അജാസ് പറയുന്നുണ്ട്, ഗോവിന്ദ് സാർ ഞാൻ രാധികാമ്മ പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്, രാധികാമ്മ പറഞ്ഞിരുന്നു ആർത്തും പറയരുതെന്ന്. സാരമില്ല അജാസ്, എനിക്ക് മനസ്സിലായി എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. അതിനുശേഷം രാധികാമ്മ പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ ഇവളെയും കൊണ്ട് വല്ല ആശുപത്രിയിലും പോകണം എന്ന് പറയാണ്. ഗീതുക്ക് ദേഷ്യം വന്നു റൂമിലേക്ക് പോയിട്ട് വിജയലക്ഷ്മിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗീതു എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം പൊളിഞ്ഞു മേഡം, രാധികാമ്മയുടെ ഒരു പ്ലാൻ ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ തകർത്തടിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ സമയത്ത് അവരെങ്ങനെയോ എസ്കേപ്പായി, എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഒരു നമ്പർ ഇട്ട് നോക്കുവാണ് ഗീതുക്ക് ഗോവിന്ദനോട് പ്രണയമുണ്ടോ എന്നറിയാനായിട്ട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. ഗീതു പറയുന്നുണ്ട്, എന്താ മേഡം, അല്ല ഗോവിന്ദനോട് നിന്നോടൊരു സ്നേഹവും ഇല്ല കടപ്പാടും ഇല്ല, നിനക്കും അങ്ങനെ തന്നെയാണ്. ഏതോ ഒരാൾ മരിക്കുന്നതിന് നീ എന്തിനെ എത്രമാത്രം തല പുകക്കണത്? എന്താ ഗോവിന്ദ് നിൻ്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ, നിനക്ക് ഗോവിന്ദനോട് ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്തായാലും ഗീതുക്ക് പ്രണയം ഉണ്ടെന്നുള്ള ഉറപ്പാണ്, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വിജയലക്ഷ്മി അങ്ങനെയൊക്കെ ചോദിക്കണതാണ് കേട്ടോ. എപ്പിസോഡ് ഇത്രയും ഉണ്ടായുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം.